പരിശുദ്ധാത്മാവ് നൽകപ്പെട്ട ഒരു ദൂത് നമുക്ക് വായിച്ച് കേൾപ്പിക്കാമല്ലോ. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-17 വചനത്തെ ഒരിക്കൽ കൂടി ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ ഒരിക്കൽ കൂടി ഒരാണ് വായിച്ച് കേൾപ്പിക്കാം. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. പ്രൈസ് ദി ലോർഡ്. നല്ല വചനത്തിനായി കരമുയർത്തി ഒരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയ്ക്ക് വേണ്ടി കൊടുക്കുന്നൊരു ദൂതാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇന്നത്തെ ദൂത് ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ഹലോ, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ആത്മീയൻ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതൽ സ്തോത്രം ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ എപ്രകാരം ആയിരിക്കണമെന്ന് വിശുദ്ധ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ആത്മാവ് നിങ്ങളുടെ കുറവുകളെ വെളിപ്പെടുത്തും. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. ആത്മാവ് നിന്നെ സകലത്തിലും ഉപദേശിക്കും, സകലത്തിലും വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരാത്മീയൻ എങ്ങനെ നടക്കണമെന്ന് പൗലോസ് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 15. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്ന് 79 വർഷമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ നമ്മുടെ ദൈവമക്കൾക്ക് ഇതുവരെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 79 വർഷമായി. പക്ഷെ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവ പൈതൽ സ്തോത്രം ഒത്തിരി പേരുടെ കാര്യമല്ല, ചില ദൈവമക്കൾക്ക് ഇതുവരെ ഒരു മാനസാന്തരം കിട്ടിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഗലാത്യർ തുടങ്ങുന്നത് സ്വതന്ത്രത്തിനായിട്ട് യേശു നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനാണ് ദൈവം നമ്മെ സ്വതന്ത്രരാക്കിയത്? കാരണം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം തലമുറയെ ദൈവം തൻ്റെ വചനപ്രകാരം തൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ അനേകരുടെ കെട്ടുകളെ അടിച്ച് ദൈവം തൻ്റെ ജനത്തെ ഈ കാലഘട്ടത്തിൽ വിടുവിച്ചു കൊണ്ടിരിക്കുകയാ. എന്ന് വെച്ചാൽ ഇന്നത്തെ തലമുറകളെ നോക്കാമെങ്കിൽ അപ്പനും അമ്മയും പറയുന്നത് അനുസരിച്ച് അവർക്ക് ഇന്ന് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. ഇന്നത്തെ തലമുറകൾക്ക് ലോകമാണ് വലുത്. എന്നാൽ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലെ നിനക്ക് വേണ്ടി ആ കാൽവരിയുടെ വിരിമാറിടത്തിൽ അവസാന തുള്ളി ചോരയോ ഒഴുകി തന്ന യേശു ഇന്ന് പകൽക്കാല നീ കൊണ്ടുവന്ന ഏത് വിഷയമാകട്ടെ, നീ കഴിഞ്ഞ നാളുകളായി കഴിഞ്ഞ ദിനങ്ങളായി കണ്ണുനീരൊഴുകി കരയുന്ന ഭാരപ്പെടുന്ന ചില വിഷയത്തിനകത്ത് ഇന്ന് പകലിൽ ഒരു വിടുതലയും അയക്കാൻ പോകുകയാ. വിശ്വാസവും ഉറപ്പുള്ള ദൈവമക്കൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കരങ്ങളെ അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ.
എന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട എല്ലാ നുകവും ഇന്ന് തകർന്നു മാറും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയാ, ആമേ എന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ചില നുകങ്ങൾ, ആമേ കുടുംബ പാരമ്പര്യമായി ആമേ നിന്നെ മുൻപോട്ട് വിടുകയില്ലെന്ന് വാദിക്കുന്ന ചില ശക്തികളെ നോക്കി ആമേ ഹല്ലേലൂയ ആത്മാവിൽ വിളിച്ചു പറയാ, ചിലതിനെ അടിച്ചേൽപ്പിക്കപ്പെട്ട ആമേ നിലവാരത്തിൽ പിശാച് ഒരുക്കി വെക്കുമ്പോൾ ചിലതിനെ സ്വതന്ത്രമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. വായിക്കാം യെശയ്യാ പ്രവചനം ആമേ 61-ാം അധ്യായം ആമേ 1-ാമത്തെ വാക്യം താഴോട്ട് വന്ന് വേഗത്തിൽ വായിച്ചേ. യെശയ്യാവ് 61:1. എളിയവരോട് സത്വർത്തമാനം ആമേ ശുശ്രൂഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അടുത്ത് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. അടുത്ത് ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം വരുത്തുവാനും യഹോവയുടെ പ്രസാദ വർഷം നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര വർഷവും പ്രതിശബ്ദമാകുവാനും ദുഃഖിതന്മാരൊക്കെയും ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ഒരുവൻ യേശുവിന്റെ അടുക്കൽ വന്നാൽ അവൻ സ്വതന്ത്രനാ. ആമോസിന്റെ മകനായ യെശയ്യാവ് ആമേ യെശയ്യാ പ്രവചനത്തിൽ വളരെ വ്യക്തമായി വിളിച്ചു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അടിമനുഖത്തിൽ കിടക്കുന്നതിന്റെ കെട്ടുകളെ അടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്നത്തെ ദിവസം ആഗസ്റ്റ് 15 പ്രൈസ് ദി ലോർഡ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ഹല്ലേലൂയ വർഷമാണ് ആമേ ആഗസ്റ്റ് 15 പ്രൈസ് ദി ലോർഡ്. ആമേ കഴിഞ്ഞ 79 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആര് ഭരിച്ചിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യമില്ല. ഇവിടെ നേരെ ഇറങ്ങി നടക്കുവാൻ ആമേ കഴിയത്തില്ല. ആമേ ഹല്ലേലൂയ ചട്ടിയിലോ ചിരട്ടയിലോ വെള്ളം കുടിക്കണ്ടേ അടിമനുഖത്തിൽ കിടന്നു. എന്നാൽ ആമേ നമുക്ക് വേണ്ടി വില കൊടുത്തവരുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്നവരുണ്ട്. നമ്മളെ വിട്ട് ആമേ മറഞ്ഞു പോയവരുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ വിളിച്ചു പറയാ, ആമേ നമുക്കൊരു സ്വാതന്ത്ര്യം വന്നത് അടിമനുഖത്തിനകത്ത് കിടന്ന എന്റെ ദൈവം പാരമ്പര്യ കെട്ടുകളെ അടിച്ച് ആമേ വിശുദ്ധിയിലും വേർപാടിനും വേണ്ടി ജീവിക്കുവാൻ ദൈവം എന്നെ തെരഞ്ഞെടുത്തത് കൊണ്ട് ഞാൻ ഇന്നൊരു ദൈവ പൈതലായി, ഞാനൊരു അഭിഷിക്തനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാ. ഉറപ്പും വിശ്വാസമുള്ളവർ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. 125-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം വേഗത്തിൽ ഒരാൾ വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 125-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. യെസ്. നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്റെ മേൽ ഇരിക്കുകയില്ല. ഹലോ, നീ അനുഭവിക്കേണ്ട നന്മയുടെ മേൽ ദുഷ്ടന്റെ ചെങ്കോൾ ഇരിക്കത്തില്ല. നിന്റെ കുടുംബത്തിൽ നീ അനുഭവിക്കേണ്ട സന്തോഷത്തെ, ആമേ, നീ അനുഭവിക്കേണ്ട സമാധാനത്തെ ഒരു ദുഷ്ടനും മറച്ചു വെക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. മക്കളുടെ സന്തോഷം കാണുക, ആമേ, കുടുംബ ജീവിതത്തിന്റെ സന്തോഷം കാണുക, നിന്നെ അനുവദിക്കാതെ വന്ന, നിന്നെ മറച്ചു കെട്ടുന്ന ചില പൈശാചിക തലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. നിന്റെ കുടുംബത്തിന് വിരുദ്ധമായി നുണകൾ പറഞ്ഞു കൊടുത്ത് നിന്റെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തി വിട്ടിരിക്കുന്ന ചില പൈശാചിക ശക്തികൾ യേശുവിൻ നാമത്തിൽ ഈ വചനപ്രകാരം തകർന്നു ഉടഞ്ഞു മാറട്ടെ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ, ആമേ, ഒരു ദൈവ പൈതൽ അനുഭവിക്കേണ്ട നന്മയെ, ഒരു ദൈവ പൈതൽ അനുഭവിക്കേണ്ട നന്മയെ ദുഷ്ടന് തൊടാൻ കഴിയത്തില്ല. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരു ദൂത് പറയാ, ആമേ, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ ആത്മാവിൽ നടക്കണം.
ആമേൻ. ആത്മാവിൽ സംസാരിക്കണം. ആത്മനിയോഗത്താൽ ഹല്ലേലൂയ നീ കടന്നു പോകണം. ദൈവഹിതമില്ലാത്ത സ്ഥലത്ത് പോകരുത്. ഒരാത്മീയൻ എവിടെ പോയാലും സാത്താൻ അവന്റെ പുറകെ ഉണ്ട്. ഏത് വിധേനയും നിന്നെ തെറ്റിക്കുക, ഇതാണ് അവന്റെ ലക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവം തന്ന ദർശനം, ദൈവം തന്ന കാഴ്ചപ്പാടുകൾ ആമേൻ നിന്റെ മേൽ കിടപ്പുണ്ട്. നിന്നെ തെറ്റിപ്പിക്കുവാൻ അവൻ പല മാർഗങ്ങൾ ഉപയോഗിക്കും. 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വായിച്ചേ, 4:1, ലൂക്കോസ് 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. യെസ്, പിശാച് അവനെ 40 ദിവസം ശ്രദ്ധിച്ചേ, 40 ദിവസം ഉപവസിച്ച് പുറത്തിറങ്ങിയ യേശുവിന്റെ പുറകിൽ സാത്താൻ ആമേഹാലയിലെ കടന്നുകൂടി. യെസ്, ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അടുത്ത് അത് കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് ഹലോ ആമേ. അപ്പൊ യേശുവിന് വിശപ്പുണ്ടെന്ന് ആർക്കറിയാം? സാത്താൻ അറിയാം. അവൻ ഓടി യേശുവിന്റെ അടുക്കൽ വരികയാ. സാത്താൻ പറയുകയാ, യെസ് വായിക്കാം, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക. യേശു അവനോട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്നെഴുതിയിരിക്കുന്നു. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവനെ കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വം നിനക്ക് തരാം. കണ്ടോ, പിശാച് ക്ഷണനേരം കൊണ്ട് സകലത്തെ യേശുവിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തെന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ ആരാ? അവനൊരു പരീക്ഷകനാ. ഞാൻ പറയാം, അവൻ പ്രാർത്ഥനയും ആരാധനയുമുള്ള നിന്റെ കുടുംബത്തിൽ അവൻ നൂണ് കടന്നാൽ അവൻ നിന്റെ കുടുംബ ജീവിതത്തെ തെറ്റിപ്പിക്കും. നിന്റെ തലമുറയെ നിന്നിൽ നിന്ന് അവൻ തെറ്റിപ്പിക്കും. അവൻ നീ അനുഭവിക്കേണ്ട അവകാശത്തെ, നീ അനുഭവിക്കേണ്ട നന്മയെ, നീ അനുഭവിക്കേണ്ട രോഗസൗഖ്യത്തെ അവൻ നശിപ്പിക്കും. നിന്നെ കൊണ്ട് അനാവശ്യമായ സാമ്പത്തിക ചിലവ് വരുത്തും. നിന്റെ കുടുംബത്തിൽ സ്വസ്ഥതയെടുത്ത് നിനക്ക് നല്ല ഉറക്കം തരത്തില്ല. നിന്റെ തലമുറ നീ പറയുന്നത് അനുസരിക്കാതെ വന്ന് അവൻ നിന്റെ മുമ്പിൽ നിന്റെ തലമുറയുടെ റൂട്ടിനെ അവൻ മാറ്റിവിടും. ഇതാണ് പിശാചിന്റെ തന്ത്രം. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരു ദൈവ പൈതൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ അകത്ത് ആമേ സ്തോത്ര ഹല്ലേലൂയ ബോധ്യമാകണം. ആത്മാവ് ആമേ നിന്നെ സകലതിലും വഴി നടത്തുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഒരു വിശ്വാസിയുടെ അകത്ത് ആമേ ഒരു തീരുമാനമുണ്ടാകണം. ഞാൻ എവിടെ പോയാൽ പരിശുദ്ധാത്മാവ് എന്നെ സകലത്തിലും വഴി നടത്തും. കാരണം എന്നെ തെറ്റിപ്പിക്കുവാൻ, എൻ്റെ കുടുംബത്തെ തെറ്റിപ്പിക്കുവാൻ, എൻ്റെ കുടുംബത്തെ ചിതറിക്കുവാൻ ഒരു പൈശാചിന് കഴിയത്തില്ല. കാരണം എൻ്റെ അകത്തിരിക്കുന്നത് എൻ്റെ ദൈവമാ. ആമേ പരീക്ഷകൾ ഒത്തിരി കടന്നു വരും, ശോധന ഒത്തിരി കടന്നു വരും. പക്ഷെ അവിടെയോ എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആമേ പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്നവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ആമേ ഹല്ലെ പാ വിരിച്ചിട്ട് മത്തായി 26:39 എടുത്ത് കയറുക. കമിഴ്ന്ന് വീണ് കിടന്ന് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തകരുമെന്ന് നിന്നെ നോക്കി ആമേ വെല്ലുവിളിച്ചവർ നീ തകർന്നു കാണുവാൻ, നീ നശിച്ചു കാണുവാൻ ആമേ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നവരുടെ നടുവിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറയാം, ആരൊക്കെയോ എവിടെയൊക്കെയോ കടന്ന് യേശുവിനെ വിളിക്കുന്നുണ്ട്. നീ എവിടെ കടന്ന് വിളിച്ചാലും നിന്റെ വിളി യേശുവിൻ്റെ കാതുകളിൽ എത്തപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നീ കല്ലറകളിലാണ് കിടന്ന് വിളിച്ചാലും ആ വിളി യേശുവിൻ്റെ കാതുകളിൽ എത്തപ്പെടും. യേശു മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35-ാം വാക്യം അത് വായിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. യേശു നിൽക്കുന്നത് ഇക്കരയാ. എവിടെയാ? ഇക്കരയാ. ആമേൻ. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ നിന്നൊരു വിളി കേൾക്കുക. ഹലോ, നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഇക്കരെ യേശു നിൽക്കുമ്പോൾ അക്കരെ നിന്നൊരു വിളി കേൾക്കുകയാ. എന്താണ് വിളി? എന്നെ സഹായിപ്പാൻ ഇവിടെ ആരുമില്ലയോ?
യേശുവേ, എന്നെ സഹായിപ്പാൻ ആരുമില്ലയോ? ആരാ വിളിക്കുന്നേ? അക്കരെ കടന്നൊരു മനുഷ്യൻ നിലവിളിക്കുകയാ. കല്ലറകളിൽ 6000 ഭൂതം ബാധിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ദീർഘവർഷമായി, അവന് കുടുംബമുണ്ട്, അവന് മക്കളുണ്ട്, അവന് ഭാര്യയുണ്ട്, അവന് അപ്പനുണ്ട്, അമ്മയുണ്ട്. പക്ഷേ അവന്റെ ഉറക്കവും അവന്റെ കിടപ്പും കല്ലറകളിലാ. പ്രൈസ് ദി ലോർഡ്. അവിടത്തെ ഹാലേലൂയ ഭരണാധികാരികൾ വിചാരിച്ചിട്ടും അവനെ ഹാലേലൂയ ഒതുക്കാൻ പറ്റുന്നില്ല, അവനെ പൂട്ടാൻ പറ്റുന്നില്ല. ചങ്ങലകൾ, ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് വന്നവനെ ബന്ധിച്ചിട്ടും പാറകളിൽ കൊണ്ട് ഇടിച്ചു പൊട്ടിച്ച് ശരീരത്തെ മുറിവുണ്ടാക്കി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പൈശാചിക മണ്ഡല അക്കരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാ. ആരുടെ മേൽ? ഒരു പച്ച മനുഷ്യന്റെ ശരീരത്തിൽ 6000 ഭൂതം ബാധിച്ച മനുഷ്യൻ. അവന് വേണ്ടി ഇക്കരെ നിന്ന യേശു. ഹലോ, മർക്കോസ് 4:35 വായിച്ചേ. മർക്കോസ് 4:35. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം. ഹലോ, ശ്രദ്ധിച്ചോ? കണ്ടോ? അന്ന് സന്ധ്യയായപ്പോൾ, അതാണ് സമയം. അക്കരെ കടന്ന് വിളിച്ച ആ മനുഷ്യന്റെ വിളി ഇക്കരെ നിന്ന യേശു കേട്ടു. കണ്ടോ? അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം. എവിടെയാ? അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ടു. അവൻ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി, യേശുവിനെ കൊണ്ടുപോയി. ശ്രദ്ധിച്ചേ, പടക് കരയിൽ നിന്നും പുറപ്പെടുമ്പോൾ അവർ യേശുവിനെ ഇരുത്തിയാ കൊണ്ടുപോയെ. എന്നാൽ പടക് കരവിട്ട് പല നാഴിക ദൂരത്തായി. മറ്റ് ചെറുപടകളും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അല്പദൂരം സഞ്ചരിച്ച് നീങ്ങുമ്പോൾ ചെറുപടകളൊന്നും കാണാനില്ല. പടകിൽ ഇരുത്തിക്കൊണ്ടുപോയ യേശു ആമ യാത്ര തുടങ്ങി കുറെ സമയം കഴിയുമ്പോൾ യേശു അമരത്ത് തലേണ വെച്ച് ഉറങ്ങുവാനിടയായി. യേശുവിനെ ഉറക്കിയത് ആര്? അനേക ക്രിസ്തീയ കുടുംബങ്ങളിൽ പാട്ടും പ്രാർത്ഥനയും ആരാധനയും ഉപവാസമുണ്ട്. പക്ഷേ അനേക വീടുകളിൽ കർത്താവിനെ ഉറക്കി കിടത്തിയിരിക്കുക. ഈ കാര്യസാധ്യതയ്ക്ക് വേണ്ടി കർത്താവിനെ വിളിച്ചിട്ട് കാര്യമില്ല. ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമല്ല നീ കർത്താവിനെ വിളിക്കേണ്ടത്. ഒരു പ്രതിസന്ധി വന്നതിന് ശേഷമല്ല നീ ഓടേണ്ടത്. ആമേ, ദൈവം നിനക്ക് ഹല്ലേലൂയ ഒരു ദർശനം, ഒരു കാഴ്ചപ്പാട് തന്നിട്ടുണ്ടെങ്കിൽ ദാനിയേൽ പ്രാർത്ഥിച്ചു. വിഷയം വന്നപ്പോഴല്ല ദാനിയേൽ പ്രാർത്ഥിച്ചത്. ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവത്തോട് കരഞ്ഞു. ആ കരച്ചിന്റെ മറുപടി സിംഹത്തിന്റെ ഗുഹയിൽ പോയിട്ട് സിംഹങ്ങൾ കേടുവരുത്താതെ വണ്ണം ദാനിയേലിനെ പ്രൊട്ടക്ഷൻ ചെയ്യുവാൻ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി. നിന്റെ കുടുംബത്തിൽ വരുന്ന അനർത്ഥത്തെ ദൂതൻ വഴി ദൈവം തട്ടിമാറ്റും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, ശത്രുവിന്റെ മുമ്പിൽ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ഇവിടെ വായിച്ചു കേട്ടു, പടക് പുറപ്പെടുമ്പോൾ യേശുവിനെ ഇരുത്തിയ കൊണ്ടുപോയെ. പക്ഷേ പടക് അല്പ ദൂരം യാത്ര പുറപ്പെട്ടപ്പോൾ വായിച്ചേ, അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. സ്തോത്രം. പ്രശ്നങ്ങൾ ആരംഭിക്കും. കേട്ടോ? ഹലോ, പ്രാർത്ഥിക്കുന്ന ഒരു ആത്മീയന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ധാരാളം കയറി വരും. അതെങ്ങനെ തരണം ചെയ്യണം? പ്രാർത്ഥനയോടെ തരണം ചെയ്യണം. പ്രശ്നം വന്ന് കയറിയതിന് ശേഷം യേശുവിനെ അല്ല വിരൽ ചൂണ്ടേണ്ടത്, യേശുവിനെ അല്ല കുറ്റം പറയേണ്ടത്. സ്തോത്രം. 12 പേരും ഈ പടകിനകത്തുണ്ട്, കൂടെ യേശു ഉണ്ട്. പ്രതികൂലം വന്നപ്പോൾ 12 പേരും യേശുവിന്റെ മുമ്പേ തിരിഞ്ഞിട്ട് പറയുകയാ, യേശു ഉറങ്ങിയത് കൊണ്ടാ ഈ പ്രശ്നം കടന്നു വന്നത്. കാരണം യേശുവുള്ള പടകിൽ എങ്ങനെ തിര ഇടിച്ച് കയറി. സ്തോത്രം. പറയാ, നിന്റെ യാത്ര സ്തോത്ര ഹല്ലേലൂയ ഊട്ടിയും കൊടൈക്കനാൽ കാണാനല്ല. കാരണം അക്കരയ്ക്ക് ഒരുത്തൻ കിടന്ന് നിലവിളിച്ചു. അവനെ സ്വതന്ത്രനാക്കാനാ യേശു പുറപ്പെട്ടത്. യേശുവിന്റെ കൂടെ നിൽക്കുന്ന പ്രിയ സ്നേഹിത സഹോദരി, ഈ ദൂത് കേൾക്കുന്ന
ദൈവവൈതലേ, ആത്മീയത കുഞ്ഞുകളിയല്ല. ആത്മീയത ഹല്ലേലൂയ ആമേ പൊട്ടച്ചൽ കളിവാക്കല്ല. കാരണം നിന്നെ സ്വതന്ത്രനാക്കുവാൻ ഒരു കർത്താവ് പുറപ്പെട്ടിട്ടുണ്ട്. അവൻ തകർന്നു കിടക്കുന്ന നിന്റെ തലമുറയുടെ ഭാവി ഇതുവരെ നടക്കാതെ, 40 വയസ്സായിട്ടോ നിന്റെ തലമുറയുടെ വിവാഹം ഇതുവരെ നടക്കാതെ ബന്ധിതരാക്കി അവൻ നിന്നെ ഒതുക്കി വെച്ച ചില കെട്ടുകളെ ഈ വചനം നിന്റെ പുരക്കകത്ത് കയറി വരുമ്പോൾ ആ കെട്ടുകളെ അടിച്ച് ഇന്ന് പകലിൽ ചിലരെ ദൈവം സ്വതന്ത്രമാക്കുകയാ. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ, കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. അക്കരെ കിടന്നൊരു മനുഷ്യൻ നിലവിളിക്കുകയാ. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. അപ്പോൾ വലിയൊരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട്, പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അത് മുങ്ങുമാറായി. യെസ്, അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങി. ഹലോ ഹലോ ആമേ സ്തോത്രം ഹല്ലേലൂയ. യേശുള്ള പടകിലല്ലേ നീ യാത്ര ചെയ്യുന്നേ? യേശുള്ള പടകിലാണോ നീ യാത്ര ചെയ്യുന്നേ? ആമേ യേശു എങ്ങനെ ഉറങ്ങാനിടയായി? പറ, ഇന്ന് ശോധന ചെയ്യണം. യേശു എങ്ങനെ ഉറങ്ങാനിടയായി? കാരണം പ്രതികൂലം ആമേ പടകിനകത്ത് ആമേ ഇരച്ചു കയറിയപ്പോൾ ആമേ ഹല്ലേലൂയ ഒന്ന് കൈകൊടുത്ത് പ്രാർത്ഥിക്കുവാൻ ആ പടകിലുണ്ടായിരുന്ന 12 പേരിൽ ഒരുത്തൻ പോലും തയ്യാറായില്ല. പ്രശ്നം ആരംഭിക്കുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ കുറ്റം പറയാൻ ഒരുപാട് ആളുണ്ടാകും. ആ പാസ്റ്റർക്ക് കൃപയില്ലാത്തത് കൊണ്ടാ. ആ പാസ്റ്റർക്ക് പഴയതുപോലെ പ്രവചനമില്ല. ഇന്ന് ദൈവമക്കൾക്ക് പറയാൻ ഒരുപാടുണ്ട്. ആദ്യം നീ ശരിയാകണം, നീ ഗുണപ്പെടണം. കാരണം നിന്നെ സ്വതന്ത്രനാക്കാനാ ദൈവം ഇറങ്ങി വന്നത്. പ്രൈസ് ദി ലോർഡ്. നീ നശിച്ചു പോകാതെ, നീ ഒറ്റപ്പെട്ടു പോകാതെ, നീ തളർന്നു പോകാതെ നിനക്ക് വേണ്ടി അവൻ ഹല്ലേലൂയ അമരത്ത് തലവെച്ചെങ്കിൽ ഈ പടകിനെ അവൻ പിശാച് തകർക്കുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാ ആ പടകിന്റെ അമരത്ത് അവൻ തലവെച്ചത്. ആമേൻ. ഒരു പടകിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് അതിന്റെ അമരമാണ്. അപ്പോസ്തല പ്രവൃത്തി 27 ആമെ താഴോട്ടുള്ള ചില വാക്യങ്ങൾ പഠിക്കുമ്പോൾ ആമെ ഹല്ലേലൂയ അമരം തിരയുടെ കേമത്താൽ ഉടയപ്പെട്ടു. നിന്റെ കുടുംബം ഇന്നും തകർന്നു പോകാതെ നിൽക്കുന്നത്, നിന്റെ തലമുറ നിന്നെ വിട്ട് അകന്നു പോകാതിരിക്കുന്നത്, നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് വലിയ വിഷയങ്ങൾ, വലിയ തീകൾ ആളിക്കത്താമായിരുന്നു. പിശാച് പല പദ്ധതികളും കൊണ്ടിട്ടു. പക്ഷെ ആ കുടുംബം പൊളിഞ്ഞു പോകാത്ത കാരണം എന്റെ ദൈവഭവനത്തിൽ തലവെച്ചത് കൊണ്ടാ. ഹല്ലേലൂയ. യഹോവ റാഫയായി, യഹോവ നിസിയായി നിന്റെ ഭവനത്തിൽ കർത്താവ് ഉള്ളത് കൊണ്ടാണ് നിന്റെ തലമുറ നിന്നെ വിട്ട് അകന്നു പോകാതെ വന്ന മരണം വരെ സംഭവിക്കത്തക്ക നിലവാരത്തിൽ അവയെ പ്രതികൂലങ്ങൾ കടന്നു വന്നില്ലേ? പക്ഷെ മരണത്തിന് വിട്ടുകൊടുക്കാത്ത ഒരുവനുണ്ട്. അതാ എന്റെ യേശു. ഇന്ന് പകലിൽ ചിലതിന് ദൈവ സ്വതന്ത്രനാക്കി മാറ്റുകയാ. ഗദരദേശത്തേക്ക് പോകുവാൻ ആത്മാവ് യേശുവിനെ പ്രേരിപ്പിച്ചിരുന്നു. ഒരു മനുഷ്യൻ കിടന്നു നിലവിളിക്കുകയാ, എന്നെ സഹായിപ്പാൻ ഇവിടെ ആരുമില്ലയോ? ഏതെല്ലാം വിഷയത്തിന് വേണ്ടി യൂട്യൂബിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവവൈതലേ, രാജ്യങ്ങൾക്കപ്പുറത്തിരുന്നു കൊണ്ട് ഈ ദൂത് നീ ശ്രദ്ധിക്കുമ്പോൾ വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് വിഷയത്തിന് മറുപടിയില്ലാതെ ഇന്ന് കണ്ണുനീരുമായി ഉപവാസവുമായി കഴിയുന്ന ആമേ ദൈവമക്കളെ, നിന്നോട് ഇന്ന് പകൽക്കാലം ഒരു ദൂത് എനിക്ക് പറയാനുണ്ട്. നീ തളർന്നു പോകണ്ട. കാരണം ഇത് നിന്റെ സമയമാ. ഇന്നത്തെ ദിവസം ആമേ എന്റെ ദിവസമാണെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ആഗ്രഹിക്കുന്ന ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മുഴങ്കാലും മുടക്ക് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇന്ന് ആമേ ദൈവം നിന്നെ സ്വതന്ത്രരാക്ക്. ഇന്ന് നിന്നെ സ്വതന്ത്രനാക്ക്. ഇന്നലെ വരെ കണ്ണുനീര് കുടിച്ച വിഷയ, ഇന്നലെ വരെ നടക്കാതെ പോയ വിഷയ, അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ കണ്ണടച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ നിന്നെ ഉറങ്ങാൻ വിടാതെ നിന്നെ അസ്വസ്ഥതയാക്കി ആമേ നിന്നെ ഭയപ്പെടുത്തുന്ന ചില പൈശാചിക തലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഭാവി ജീവിതം വരെ നിന്റെ മുൻപോട്ടുള്ള ഉയർച്ച വരെ ആ തടഞ്ഞു കെട്ടിയ ചില മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അടിച്ച് ഇന്ന് പകലിൽ കുടുംബ
നാമത്തിൽ ചിലതിനെ ദൈവം സ്വതന്ത്രമാക്കുന്നു. കരമടിച്ച് മുടങ്ങിക്കിടക്കുന്ന ചില പ്രോജക്റ്റുകൾ, മുടങ്ങിക്കിടക്കുന്ന ചില നന്മകൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങൾ, ഇതുവരെ നടക്കാത്ത ചില വിഷയങ്ങൾ, ഇതുവരെ നീ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത ചില നന്മകൾ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ അത് കാണാൻ പോകയാ. കരമടിച്ച് ദൈവസേന എല്ലാവരും സ്തുതിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ആമേൻ 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 ഹല്ലേലൂയ ആമേൻ. നീ സംസാരിക്കുകയില്ല, നീ ചെവി കേൾക്കത്തില്ല, നീ ഊമനാണ്, നീ ചെകിടനാണ്, നീ കുരുടനാണ്. ആമേൻ. ഇത് പിശാച് പറഞ്ഞെങ്കിൽ തമ്പുരാൻ ചില കെട്ടുകൾ അടിച്ച് ഇന്ന് പകൽ നിന്നെ സ്വതന്ത്രനാക്കുകയാ. കരമടിച്ച് ദൈവസേനയിൽ ആരാധിച്ചോ. ഇന്ന് പകൽ ചിലത് അടിയോ. ആമേൻ. ഹാല ഊമൻ എന്ന ആത്മാവ് ശരീരം വിട്ട് ഇറങ്ങിപ്പോ. ആമേൻ. ഹാല ചെകിടൻ എന്ന ആത്മാവ് ശരീരം വിട്ട് ഇറങ്ങിപ്പോ. കുരുടൻ ആത്മാവ് ആമേൻ ശരീരം വിട്ട് ഇറങ്ങിപ്പോ. യേശുവിന്റെ നാമത്തിൽ ജനം വിടുതൽ പ്രാപിക്കട്ടെ, ജനം സ്വതന്ത്രം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ വീടിന്റെ പ്രതിച്ഛായയെ ദൈവം മാറ്റിത്തരാൻ പോകുകയാ. നിന്റെ വീടിന്റെ പ്രതിച്ഛായയെ എൻ്റെ ദൈവം മാറ്റിത്തരാൻ പോകുകയാ. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ദൈവം നടത്തിത്തരാൻ പോകുകയാ. ഭാരപ്പെടരുത്, തളർന്നു പോകരുത്. ആമേ. 2025 വർഷം 8ാം മാസം ആമേ നിന്റെ ഒരു വഴിത്തിരിവാ. പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലരുടെ ഒരു വഴിത്തിരിവ് തിരിക്കുകയാ. 8ാം മാസത്തിൽ ഒരു ഭയങ്കരമായ വഴിത്തിരിവ്. ദൂത് കേട്ടവരുണ്ട്, പ്രവചനം കേട്ടവരുണ്ട്. നിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തി ഇന്ന് ഈ മാസം പൂർത്തീകരിക്കാൻ പോകുകയാ. ദൈവം അങ്ങനെ കാണിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ആമേ ചില തടസ്സങ്ങൾ, ചില കുരുക്കുകൾ ഇത് അഴിയാൻ പോകുകയാ. ആമേ. പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ദൂത് കേട്ട് രാജ്യങ്ങൾക്കപ്പുറത്തുനിന്ന് ദൂത് കേൾക്കുന്ന പ്രിയ ദൈവദാസനെ, പ്രിയ ദൈവമക്കളെ, ആമേ നിന്റെ ചില പ്രോജക്റ്റുകൾ തള്ളിക്കളഞ്ഞില്ലേ, ആ ഫയൽ ഇതാ ഫ്രണ്ടിൽ വരാൻ പോകുകയാ. ഒപ്പിടേണ്ട അധികാരിയുടെ മേശപ്പുറത്ത് രാജ്യങ്ങൾക്കപ്പുറത്തിരുന്നു കൊണ്ട് നിന്റെ പ്രോജക്റ്റിനെ മറച്ചു വെച്ച ചില തടസ്സങ്ങൾ, ആ തടസ്സത്തെ മാറ്റി ചില ഹല്ലേലൂയ പ്രോജക്റ്റുകൾ നീ സൈൻ ചെയ്യാൻ പോകുകയാ. ദൈവം നിന്നെ സ്വതന്ത്രനാക്കുന്നു. ഇന്ന് പകൽ നിന്റെ വാഗ്ദത്തം നിന്റെ മുമ്പിൽ വെളിപ്പെടുകയാ. ഹല്ലേലൂയ. നിന്റെ വീടിന്റെ നന്മയെ ദൈവം തുറക്കും. നിന്റെ മിനിസ്ട്രിയുടെ ഹല്ലേലൂയ ഉയർച്ചയെ ദൈവം മാനിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ചിലരുടെ ആരാധനകളെ പിശാച് ഒതുക്കി വെച്ച ചില മേഖലകൾ ഇന്ന് പകൽക്കാലം ദൈവം അടിച്ചു മാറ്റാൻ പോകുകയാണ്. ആമേ. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് സമയമായാൽ ദൈവം നിന്നെ പൊക്കും. കാരണം ദൈവം നിന്നെ സ്വതന്ത്രനാക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ സ്വതന്ത്രനാക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം കരം മാർബോട് ചേർത്തിട്ട് പറ, എൻ്റെ സമയമായി, എൻ്റെ വിടുതലിൻ്റെ സമയമായി. ഇന്നലകളിൽ വരെ കണ്ണുനീരൊഴിച്ച് ഞാൻ പ്രാർത്ഥിച്ച് കരഞ്ഞ വിഷയത്തിൻ്റെ മറുപടി ദൈവം ഈ 8ാം മാസം എൻ്റെ മുൻപിൽ അത് വെളിപ്പെടുത്താൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. കാരണം സാഹചര്യങ്ങളെ നോക്കരുത്. കാരണം വാക്ക് പറഞ്ഞവൻ വാക്ക് മാറത്തില്ല. അവൻ സാഹചര്യങ്ങളെ നോക്കുന്നവനല്ല. കാരണം നിന്റെ ഹൃദയത്തെ കാണുന്നവനായ എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് സമയമായ ഹല്ലേലൂയ. പിശാച് തടഞ്ഞു വെച്ച അനുഗ്രഹത്തെ ദൈവം നിന്റെ മുമ്പിൽ തുറന്നു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കാരണം സാഹചര്യങ്ങളെ മാറ്റിക്കൊണ്ട് ദൈവം വഴി തുറന്നു തരും. പ്രൈസ് ദി ലോർഡ്. കാരണം ഒരു സാഹചര്യത്തിന് നിന്നെ അടച്ചു വെക്കാൻ പറ്റത്തില്ല. നമ്മളിവിടെ വായിച്ചത് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിങ്ങൾ ഹല്ലേലൂയ നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനെയും ആത്മാഭിലാഷം ജഡത്തിന് വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണ അവ തമ്മിൽ പ്രതികൂലമല്ലോ. അതുകൊണ്ട് ഒരു ദൈവവൈതലും ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആത്മാവ് പറയുന്ന വഴിക്ക് പോകണം. ആത്മാവ് പറയാത്ത ഇടത്ത് പോകരുത്. ദൈവം പറയാത്ത ഇടത്ത് നീ പോയാൽ അടി ഉറപ്പാ. ദൈവം പറഞ്ഞ സ്ഥലത്ത് നീ പോയാൽ വിജയം നിനക്കാ. ഒന്ന് സ്വത്രം പറഞ്ഞേ. മർക്കോസിന്റെ സുവിശേഷം 4:35 തുടക്കം. യേശുവിനെ അവർ ഇരുന്നപാടെ കൊണ്ടുപോയി. ഇപ്പൊ പകുതി എത്തിയപ്പോ കൂട്ട വിളിയ.
പകുതി വഴി എത്തിയപ്പം കൂട്ട വിളിയ. കാരണം എല്ലാം കൂടെ മുങ്ങിച്ചാകാൻ പോവുക. കാരണം തിരയല്ല ഇടിച്ച് ഇതിനകത്ത് കയറിക്കൊണ്ട് എങ്ങോട്ടോ കപ്പലിനകത്ത് ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുക. സ്വത്രം ഇടിച്ച് കയറുന്ന വിഷയത്തെ ആമെ കോരി ഒരു സൈഡിൽ കൂടെ കോരി മാറ്റിക്കൊണ്ടിരിക്കുക. സ്വത്രം പറ. 12 പേരും കൂടി ഒന്ന് കൈ കൊടുത്ത് മുട്ടയിലിരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായില്ല. കുറ്റം യേശുവിൻ്റെ നേരെ. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങിയത് കൊണ്ടാണ് ഈ പ്രതികൂലം ഇടിച്ച് കയറിയത്. ഹലോ, യാത്ര എവിടേക്കെന്നറിയണ്ടേ? അക്കരയ്ക്ക്. അവിടെ കിടക്കുന്ന 6000 ഭൂതം. കാരണം ഗദരദേശത്ത് യേശു കാല് വെച്ചാൽ ആമേ സാത്താൻ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. പന്നീര മേലെ കയറിയാൽ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിനറിയാ ഇന്ന് പകൽ എന്തൊക്കെയോ ആമേ ഹലെ കെട്ടുകൾ ദൈവം അടിച്ചു വിടുന്നുണ്ട്. അത് നിന്റെ തലമുറയിൽ നിന്നായിരിക്കട്ടെ, നിന്റെ കുടുംബത്തിൽ നിന്നായിരിക്കട്ടെ, നിന്റെ ഹസ്ബൻഡിൽ നിന്നായിരിക്കട്ടെ, നിന്റെ ഭാര്യയുടെ ശരീരത്തിൽ നിന്നാകട്ടെ. ആ രോഗം ഇപ്പോൾ അടിഞ്ഞു മാറുകയാ. കത്തിവെക്കുവാൻ സർജറിക്ക് വേണ്ടി ആമെ ഡേറ്റിട്ട് ബ്ലഡ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇപ്പോഴും പ്രാർത്ഥനയോടെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് ഈ ദൂത് ശ്രദ്ധിക്കുന്ന മാതാവ് സഹോദരി, കത്തിവെക്കാത്ത സർജറി എന്റെ ദൈവം ചെയ്യാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിൽ പ്രവചിച്ച് പറയുകയാ, കത്തി തൊടാത്ത സർജറി നിന്റെ ശരീരത്തിൽ നടക്കും. കത്തി തൊടാത്ത സർജറി. ആമേൻ. ബ്ലോക്കുകൾ ദൈവം അഴിക്കോ. ആമെ സ്ട്രോക്ക് ദൈവം അഴിക്കോ. ആമെ ഹല്ലേലൂയ. യൂട്രസ് സംബന്ധമായ ആമെ സർജറികൾ ആമെ കത്തി തൊടാതെ നടക്കോ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്ക്. ആമെ ദൂത് ആമെ ഏറ്റെടുത്ത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരെ ദൈവം സ്വതന്ത്രനാക്കോ. സ്വതന്ത്രയാക്ക്. കരമടിച്ച് ഓ റീബാല വല വല വല. യേശുവിന്റെ നാമത്തിൽ. ഹലോ, കർത്താവിനറിയാം അക്കരെ കിടക്കുന്നവൻ സ്വതന്ത്രനാകുമെന്ന്. അവന്റെ കെട്ടഴിച്ചാൽ 1000കണക്കിന് ആളുകളുടെ വിശ്വാസയുടെ കെട്ട അവനെ കൊണ്ട് തമ്പുരാൻ അഴിപ്പിക്കും. ഇത്രയും കഷ്ടം സഹിച്ച് ത്യാഗം സഹിച്ച് ഈ യാത്രയിൽ യേശു വില കൊടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആമെ ഗദര ദേശത്തൊരു അത്ഭുതം കണ്ടേ ഞാൻ വരത്തുള്ളൂ. ഇന്ന് പകലിൽ, ഈ തിരുവെള്ളിയാഴ്ച പകലിൽ, ഈ ആഗസ്റ്റ് മാസം 15-ാം തീയതി ഞാൻ ഈ പ്രാർത്ഥനാലയത്തിൽ വന്നിരുന്ന് ദൈവസന്നിധിയിൽ വന്നിരുന്ന് ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് വെറുതെയല്ല. കഴിഞ്ഞ നാളുകൾ കുരുങ്ങിക്കിടുന്ന വിഷയങ്ങൾ എന്റെ ജീവിതത്തിൽ വിടുതൽ ദൈവം അയച്ചു കഴിഞ്ഞോ. ദൈവം എന്നെ സ്വതന്ത്രനാക്കി, ദൈവം എന്നെ സ്വതന്ത്രയാക്കി എന്ന് ഉറപ്പുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ അവർ കരമടിച്ച് ഓ റബ ഷഗ ലബ റബ. യേശുവിന്റെ നാമത്തിൽ. ഹലോ, കൂടെ പോയ ശിഷ്യന്മാർക്ക് ഉറപ്പില്ല. പക്ഷെ കർത്താവിന് നിന്നെക്കുറിച്ച് ഉറപ്പുണ്ട്. ഇവൻ ഇന്ന് സ്വതന്ത്രനാ. ആഗസ്റ്റ് 15 ഇന്ന് സ്വതന്ത്രനാ. നീ ഇന്നലെ വരെ ചുമന്ന ചില ഭാരങ്ങൾ, ഇന്നലെ വരെ ചുമന്ന ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ ചില ബുദ്ധിമുട്ടുകൾ, ആമേ ഇന്നലെ വരെ ഒഴിയ കണ്ണുനീരുകൾ അവസാനിക്കാൻ പോവുകയാ. യേശുവിന് അറിയാ ഇവനൊന്ന് സ്വതന്ത്രനാണ്. നിന്നെ വിടുവിക്കുവാൻ യേശു നിന്റെ വീട്ടിൽ വരുന്നു. യേശു നിന്റെ സഭയിൽ, യേശു നിന്റെ തലമുറയിൽ. Praise the Lord. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞേ. കല്ലും ചുറ്റികയും ആമേ വടിവാളും വടിയും കൊണ്ട് ഈ മനുഷ്യനെ തല്ലി ചതച്ചിട്ടിരിക്കുക. എവിടെയാ? ഗദരദേശത്ത് എവിടെയാ? കല്ലറയിൽ. അതുവഴി ആളുകൾക്ക് നടക്കാൻ പറ്റുന്നില്ല. കയ്യിൽ കിട്ടുന്നവരെല്ലാം കല്ലെടുത്ത് എറിഞ്ഞ് ഈ മനുഷ്യനെ മുറിവേൽപ്പിച്ചിട്ടിരിക്കുക. കണ്ടോ? ഒരു ദൈവങ്ങളും ഇല്ലേ അവിടെ? ഗദരദേശത്ത് ഒരു ദൈവങ്ങളും ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, 38 ദേവന്മാർ ഈ ഭൂമിയിലുണ്ടല്ലോ. 1000കണക്കിന് ദൈവങ്ങൾ ഭൂമിയിലുണ്ടല്ലോ. ഈ മനുഷ്യനെ എന്താ ചെന്ന് സഹായിക്കാത്തെ? ഗദരദേശത്ത് അന്യ ദൈവങ്ങൾ ഉണ്ടല്ലോ, ഊമ വിഗ്രഹങ്ങൾ ഉണ്ടല്ലോ. അവയൊന്നും ഇവനെ ഹല്ലേലൂയ ആമേ വിടുവിച്ചില്ലല്ലോ.
അവിടെ എത്തിയത് നീ ഞാൻ സേവിക്കുന്ന ദൈവ. ഏതൊക്കെ പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിൽ വന്നാൽ ഒരു വാക്ക് നീ പറഞ്ഞാൽ മതി, ഒറ്റ വാക്ക് നീ വിളിച്ചാൽ മതി, കർത്താവ് നിന്റെ അരികിൽ വരും. ഇക്കരെ നിന്ന യേശുവിന്റെ കാവിൽ അക്കരെ കടന്ന ആ മനുഷ്യൻ വിളിച്ച നിലവിളിയുടെ മുമ്പിൽ യേശു ഗദരദേശത്തിലേക്ക് എത്തി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ആർക്കും തളയ്ക്കാൻ കഴിയാത്ത ഒരു പൈശാചിക ശക്തിയെ യേശു ഗദരദേശത്തിൽ കാലി വയ്ക്കുമ്പോൾ യേശുവിന്റെ കാഴ്ചവട്ടിൽ 6000 ഭൂതം ഒരുമിച്ചെത്തി. ആ മനുഷ്യന്റെ ശരീരത്തിൽ നോക്കി അവൻ 6000 ഭൂതത്തോട് പറഞ്ഞു, വിട്ടുപോടാ. അവൻ പന്നിയിൽ പോയിട്ടും രക്ഷപ്പെട്ടില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആ മനുഷ്യൻ സ്വതന്ത്രനായി. ഈ ദൂത്, ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഒത്തിരി സഹിക്കാൻ കഴിയാത്ത ഭാരം, വേദനകൾ നിന്റെ ജീവിതത്തിൽ വന്നു. ആരോടും പറഞ്ഞിട്ടും, ആമേ, ഫോണിൽ കൂടിയും വീട്ടിൽ ഉപവാസ പ്രാർത്ഥന നടത്തിയിട്ടും നിന്റെ വിഷയത്തിന് മറുപടിയില്ല. നീ ഭാരപ്പെട്ടു പോകണ്ട. ഇന്ന് പകലിൽ യേശു നിന്റെ അരികിൽ വരികയാ. നിന്റെ സമർപ്പണം കറക്റ്റാണോ? നിന്റെ തീരുമാനം ഉറപ്പാണോ? എങ്കിൽ വിടുതൽ നടക്കാൻ പോകുകയാ. ദൈവം ഈ പകൽ നിന്നെ സ്വതന്ത്രനാക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവം നിന്നെ സ്വതന്ത്രനാക്കി നിന്റെ കെട്ടുകളെ അഴിച്ച് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുക. ആമേ, സ്തോത്രം. കർത്താവ് ഇന്ന് പകലിൽ നിന്നെ സ്വതന്ത്രനാക്കിയിരിക്കുക. ഉറപ്പുള്ളവർ കരമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദൈവമേ, പരിശുദ്ധമായ തിരുവെള്ളിയാഴ്ചയുടെ പകൽക്കാലം ദൈവമേ, ഞങ്ങൾ ചുരുക്കം ചിലവരാണെങ്കിലും ഈ പ്രാർത്ഥനാലയത്തിൽ ഞങ്ങൾക്ക് കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഞങ്ങൾക്കൊരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവമേ, കർത്താവെ, തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ശാസിച്ച് പ്രാർത്ഥിച്ച് ജയമെടുക്കുന്നപ്പ ഇന്ന് വന്ന നിൻ്റെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. അവർ കൊണ്ടുവന്ന ഭാരങ്ങൾ, വിഷയങ്ങൾ, ആകുല ചിന്തകളെല്ലാം മാറിപ്പോകട്ടെ. തിരുസാന്നിധ്യം കൊണ്ട് ദൈവം നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേ. സന്തോഷത്തോടെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശീർവാദം നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നമ്മൾ അനുഭവിച്ച മഗ്നമായ ശുശ്രൂഷയുടെ മേലും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ നിസ്തുല നാമത്തിൽ തന്നെ. ആമേ, ആമേ, ആമേ.